ഹലോ ഹലോ ആ അർച്ചനയല്ലേ? ആ അതെ. ഞാൻ അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ വരുന്ന സുഭാഷായിരുന്നു. ആ പറഞ്ഞോ. നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? വാ നമുക്ക് പോകണ്ടേ? ഇല്ല ഞാനിവിടെ വിട്ടോ, എനിക്കവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതിന് നിനക്ക് പ്രേമമൊന്നുമില്ലല്ലോ. അതോ ഇനി ഞങ്ങളറിയേണ്ട ആരെങ്കിലും നീ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ? ഉവ്വ, ഇവിടെ ഒരു കല്യാണം കഴിക്കാനായിട്ട് ഞാനും അമ്മയും അച്ഛനും കുടുംബക്കാരും ബ്രോക്കർമാരും മാട്രിമോണി സൈറ്റും എന്ന് വേണ്ട സകല സോഴ്സും വിചാരിച്ചിട്ട് നടക്കണില്ല. പിന്നെയല്ല ഞാൻ ഒറ്റയ്ക്ക്. എടാ അതിന് നീ ദേഷ്യപ്പെടാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല, അത് വിട്. നീ കാര്യം പറ. എടാ ഈ വരുന്ന സൺഡേ ഒരു പെണ്ണുകാണൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ചിനോട് ഞാൻ ഇവിടെ മരുന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? അത് പിന്നെ എടാ നമ്മൾ ആണുങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോഴത്തേക്കും നമ്മളോട് 1-2 പേരെ കാണുള്ളൂ. പക്ഷേ അവിടെ പെണ്ണിൻ്റെ അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായി, വല്യച്ഛൻ, കുഞ്ഞമ്മ എന്ന് വേണ്ട ഒരു പട്ടാളം തന്നെ ഉണ്ടാവും. അതിനിടയ്ക്ക് അവരോടും സംസാരിച്ച് അവരെ ഇമ്പ്രസ് ചെയ്ത് ആകെ കിട്ടുന്ന 10 മിനിറ്റ് പെണ്ണിനോട് സംസാരിക്കാനും പറ്റില്ല, മനസ്സിലാക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒഫീഷ്യൽ പെണ്ണുകാണലിന് മുമ്പ് ഇങ്ങനെ ഒരു അൺഒഫീഷ്യൽ പെണ്ണുകാണൽ. എന്നിട്ട് പെണ്ണ് വരാമെന്ന് പറഞ്ഞാൽ? വരാമെന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ സമയത്ത് ഇവിടെ കാണും, പറ്റുവാണെങ്കിൽ ഇതിലെ വായോന്ന് പറഞ്ഞു. അതെ, നിന്നെ അവിടെ ഇന്നൊരു പെണ്ണ് നോക്കുന്നുണ്ട്. എന്നെയാ? ഇനി അതങ്ങാനാണോ? നീ പയ്യൊന്ന് തിരിഞ്ഞു നോക്കിയേ. എന്നാ ശരി, എന്നാ പരിപാടി ഇറക്കട്ടെ, നാളെ കാണാം. ഞാൻ ഓഫീസിലേക്ക് പോയേക്കോ. അപ്പോൾ ബെസ്റ്റ് അളിയാ, പൊളിക്കുക. ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ ഓഫീസിൽ ഞാൻ പോയിരുന്നു. അവിടെ എത്തിയപ്പോഴേ അറിഞ്ഞത് ടീം ലഞ്ചിന് വേണ്ടി എല്ലാവരോടും ഇങ്ങോട്ടേക്ക് വന്നേക്കാന്ന്. എൻ്റെ ഓഫീസിൽ എന്തിനാ പോയി? നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യണമെന്ന് തോന്നി ഞാൻ തന്നെ വിളിച്ചിരുന്നു. പിന്നെ തൻ്റെ ഒരു വിവരമില്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നു. പിന്നെ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നതല്ലാതെ വേറെന്താ വഴി? എന്തായാലും നമ്മുടെ നാളുകൾ തമ്മിൽ ചേരില്ല. പിന്നെ എന്തിനാ വീണ്ടും മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട്? അപ്പോൾ ലവ് മാരേജ് ചെയ്യുന്നവരൊക്കെയോ? ഇതൊന്നും നോക്കാതെ എത്ര പേര് കല്യാണം കഴിക്കുന്നുണ്ട്? ലവ് മാരേജ് ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. അവർ തമ്മിൽ ഓൾറെഡി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പക്ഷേ ഇത് അറേഞ്ച്ഡ് അല്ലേ? അപ്പോൾ ഈ നാളൊക്കെ നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ധൈര്യമായിട്ട് കെട്ടാം. നമ്മൾ തമ്മിൽ അന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പം നമുക്കിടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ നാളുകൾ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞപ്പം ആ അണ്ടർസ്റ്റാൻഡിങ് അങ്ങ് പോയോ? നമ്മൾ 2 പേരെ അറിയില്ലാത്തൊരു വ്യക്തി നാളുകൾ മാത്രം നോക്കിയിട്ട് നമ്മൾ ചേരില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ അതങ്ങ് വിശ്വസിച്ചു. തനിക്കപ്പോൾ ഈ ദൈവത്തിനൊന്നും വിശ്വാസമില്ലേ? അതിന് ദൈവവും ഇതും തമ്മിൽ എന്താ ബന്ധം? നമ്മൾ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞത് ദൈവമൊന്നുമല്ലല്ലോ. നമ്മൾ തമ്മിൽ ഒരു ദിവസം മീറ്റ് ചെയ്ത് സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. ആ ഒരു ദിവസത്തെ പരിചയം കൊണ്ട് ലൈഫ് ലോങ് നമ്മൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. തനിക്ക് എന്താ അത്ര ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവർ, 10-ൽ 10 പൊരുത്തം നോക്കി കല്യാണം കഴിക്കുന്നവർ, ഇവരൊക്കെ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഇതൊന്നും നോക്കാതെ കല്യാണം കഴിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ആവുന്നുണ്ടോ? ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. എപ്പോഴെന്താ സംഭവിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ 2025 ജീവിക്കുന്നത്. ഇപ്പോഴും ഈ ജാതകം നാൾ നോക്കുന്നു. എല്ലാവരും ഈ ഡയലോഗ് അടിക്കും, എന്നിട്ട് സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും എല്ലാവരും ഈ നാളും സമയം കുറിച്ചിട്ടൊക്കെ തന്നെ എല്ലാം ചെയ്യണം. വീടിൻ്റെ പാല് കാച്ചൽ, കട ഉദ്ഘാടനം, വണ്ടി ഡെലിവറിക്ക് എടുക്കൽ തുടങ്ങി ബഹിരാഷ്ട്രത്തേക്ക് റോക്കറ്റ് വിടുന്നവരെ ഈ സമയം നാളും കുറിച്ചിട്ടൊക്കെ തന്നെ ചെയ്യണം. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് വരണം എന്നൊരു വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇതൊക്കെ ചെയ്തുകൊണ്ട് 100% സക്സസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടൊന്നുമില്ല. പോയിന്റ്. പക്ഷെ നമ്മുടെ കേസിൽ നാളുകൾ തമ്മിൽ ചേരില്ല. ചേരാത്ത നാളുകൾ തമ്മിൽ കിട്ടിയാൽ എന്നും അടിയും മുടക്കമൊക്കെ ആയിരിക്കും. അത് വേണോ? എൻ്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു. അമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കും. അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരെ അച്ഛനാണ് ഓട്ടോയിൽ കൊണ്ടുപോയാക്കുന്നതും തിരിച്ച് പിക്ക് ചെയ്യുന്നതൊക്കെ. അങ്ങനെ അവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അമ്മയുടെ വീട്ടിലെത്തറിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി. അവസാനം ഒരു നിവൃത്തിയില്ലാതെ അവർ ഒളിച്ചോടെ കല്യാണം കഴിച്ചു.
പിന്നെ 2 കുട്ടികളുടെ വീട്ടുകാർ അവരോട് സഹകരിക്കാതെ. അമ്മ ഒരു സ്കൂളിൽ ജോലിക്ക് പോയി തുടങ്ങി, അച്ഛൻ ഓട്ടോ ഓടിക്കാനും. കിട്ടുന്ന ചെറിയ ശമ്പളമൊക്കെ വെച്ച് അവരൊരു ചെറിയ വാടക വീട്ടിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനുണ്ടായി. അപ്പോഴേക്കും അമ്മയുടെ വീട്ടുകാർ ചെറുതായിട്ട് അടുക്കാൻ തുടങ്ങി. അവർ പതുക്കെ പതുക്കെ അമ്മയുടെ ചെവിയിൽ അച്ഛനെക്കുറിച്ച് ഓരോ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ അമ്മ കേട്ടില്ല എന്നടിച്ചു. പതുക്കെ പതുക്കെ അമ്മയെ അതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നെ അമ്മയെ അച്ഛനെ കുറ്റം പറയാൻ തുടങ്ങി. അച്ഛനും അമ്മയും തമ്മിൽ ആകെ പ്രശ്നങ്ങളായി. എനിക്ക് ഓർമ്മ വെച്ചാൽ പിന്നെ അച്ഛനും അമ്മയും ഒരിക്കലും സ്നേഹത്തോടെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ വേണ്ടി അമ്മ ഒരു ജോത്സ്യനെ പോയി കണ്ടു. അച്ഛനും അമ്മയുടെ നാളുകൾ തമ്മിൽ നോക്കിയിട്ട് ചേരില്ലെന്ന് അയാൾ പറഞ്ഞു. അതോടെ അമ്മ ഉറപ്പിച്ചു ഇനിയിത് മുന്നോട്ട് പോയില്ലെന്നു. അങ്ങനെ ഒരു ഡിവോഴ്സായി. അതിനുശേഷം പിന്നെ അമ്മയ്ക്ക് പ്രൊമോഷനൊക്കെ കിട്ടി. അമ്മ പ്രിൻസിപ്പളൊക്കെ ആയി. എന്നെയും നല്ല സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിച്ചു. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ നാളിലൊക്കെ ഇപ്പോഴും നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അച്ഛനോ? ഡിവോഴ്സിന് ശേഷം അച്ഛനകത്ത് തകർന്നുപോയി. വെള്ളമടിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കരളിനെ ബാധിച്ചു. 7 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. എടോ സോറി. ഇനി പറ, അച്ഛനും അമ്മയുടെ ഇടയിൽ പ്രശ്നം ചേരാത്ത നാളുകളായിരുന്നു. അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അവരൊരു വട്ടമെങ്കിലും ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് സോൾവ് ആയേനെ. ഇനിയിപ്പോൾ നാളിൻ്റെ പ്രശ്നം തന്നെയായിരുന്നെങ്കിൽ ഡിവോഴ്സിന് ശേഷം 2 പേരും ഹാപ്പിയായിട്ട് ജീവിക്കണ്ടല്ലേ? എന്തേ ഒരാൾ മാത്രം നശിച്ചുപോയി? അതിപ്പോൾ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അച്ഛന് വിശ്വാസം ഇല്ലായിരുന്നു. നമ്മുടെ നാളുകൾ തമ്മിൽ ചേരില്ലെന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. മീശയും താടിയില്ലെന്നേ ഉള്ളൂ. നല്ല പ്രായമുണ്ട് എനിക്ക്. വർഷം കൂടുന്നോറും ഒരു പെണ്ണ് കിട്ടാനുള്ള ചാൻസും കുറഞ്ഞവന്നെ. പക്ഷെ തനിക്ക് ഈ വിഷയങ്ങളൊന്നുമില്ലല്ലോ. ഞാനല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ നല്ല ഓപ്ഷൻസും കിട്ടും. എന്നിട്ടും എന്തിനാ എന്നെ തന്നെ? അതെനിക്ക് അറിഞ്ഞൂടാ. മറ്റുള്ളവരുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി? എനിക്കൊരു സ്വപ്നം ഉണ്ടെന്നും ആ സ്വപ്നം നേടാൻ എന്നോട് നിൽക്കും താൻ പറഞ്ഞില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. എന്താ എൻ്റെ സ്വപ്നം? അതൊക്കെ പറയാൻ നമുക്ക് ഇനി സമയമുണ്ടല്ലോ. താൻ ഇത് പറ, തനിക്ക് ഞാൻ ഓക്കെ ആണോ? ഒരു മിനിറ്റ്. എത്തിയിട്ട് വിളിക്കും. എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് ഇട്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ വിടാനും തോന്നുന്നില്ല. പക്ഷെ ഇത് വേണ്ടെന്ന് വെച്ചാൽ ഞാനല്ല, തൻ്റെ വീട്ടുകാരാ. എനിക്ക് നാളിലൊന്നും ഒരു വിശ്വാസമില്ല. ഈ പേരും പറഞ്ഞ് തന്നെ വിടാനും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലൊരു കള്ളം പറയാൻ പോവാം. ഞാനും സുഭാഷ് തമ്മിൽ 2 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. എന്നിട്ടോ? എന്തായാലും നാളിൻ്റെ കാര്യം പറഞ്ഞ് അമ്മ കൊടുക്കും. പക്ഷേ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഇത് നടക്കും. എടോ, ഈ കള്ളമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ശരിയാകുമോ? പേടിയാണോ? തനിക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ടോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എനിക്ക് തന്നെ ഇഷ്ടം. ഈ നാളുകൾ തമ്മിൽ ചേരാത്തതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ എൻ്റെ വീട്ടിലും വലിയ താല്പര്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ തൻ്റെ അമ്മയുടെ എതിർപ്പ്, ഇവരെയൊക്കെ കൺവിൻസ് ചെയ്ത് ഇത് കല്യാണം വരെ എത്തിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ നല്ല സമയം എടുക്കും. നടന്നാൽ ഹാപ്പി, നടന്നില്ലെങ്കിലോ ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് വെറുതെ ആയിപ്പോവും. ഏജ് ഓവറാവും. എനിക്കിനി വേറെ പെണ്ണും കിട്ടത്തില്ല. സോ എനിക്കിനി റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. ഹലോ, എവിടെ എത്തി? ഞാനിവിടെ ലൊക്കേഷനിലെത്തി. ആണോ? കറക്റ്റ് എവിടെ നിൽക്കുന്നത്? ഞാനിവിടെ ഒരു പാലത്തിനടുത്തുണ്ട്. എവിടെ? ഞാനും പാലത്തിനപ്പുറത്ത് പോണ്ട്. ആണോ? ആ ഓക്കെ, ശരി. ആ ഓക്കെ. ആരാ? അതൊരു ഫ്രണ്ടാ. താൻ പറ. നമ്മളൊരാൾക്കൊരു പ്രശ്നം വരുമ്പം അത് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് മെച്ചോട്ടല്ലോ. തനിക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്തായാലും തൻ്റെ പെണ്ണ് കാണൽ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹലോ.
ആ ഹലോ. പെണ്ണ് കാണാൻ വരുമ്പോൾ സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുമല്ലോ. പിന്നെന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ്? എടോ, എനിക്ക് ഈ പെണ്ണ് കണ്ട് ജാതകം നോക്കി വീട്ടുകാരെല്ലാം കൺവിൻസ് ചെയ്ത് അങ്ങനെ നടത്തുന്ന അറേഞ്ച്ഡ് മാരേജിനോട് യാതൊരു താല്പര്യമില്ല. ഞാൻ എനിക്ക് കിട്ടുവാണെങ്കിൽ പ്രേമിച്ച് മാത്രമേ നടത്തുള്ളൂ. അയ്യോ, അത് പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഓക്കെ, അല്ല, എനിക്കൊരു കാര്യം പറയാൻ. ഒന്നും പറയണ്ട, ഇനി ഒന്നും പറയണ്ട. അല്ല, ഞാനൊരു നമുക്ക് കാര്യം. ക്യാൻസൽ ചെയ്യാം. ഇത് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞോളാം. അതല്ല, ഞാനച്ഛൻ പെണ്ണ് എനിക്കൊരു- കാണാൻ വരുന്നില്ല. അപ്പോൾ ശരി, ഓക്കെ. അതെ, വന്നതിൽ വളരെ സന്തോഷം. ശരി, ഓക്കെ. ഇനി കൺഫ്യൂഷനൊന്നുമില്ല. ഉറപ്പാണോ? സംശയമുണ്ടോ?